പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു ആനുകാലിക പ്രശ്നമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അത് അധികാരം സ്നേഹത്തിലൂടെയാണ്, അല്ലാതെ തൊപ്പിയും പടിയും കൊണ്ടല്ല എന്നാണ്. ഇത് പച്ചക്കെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ലോക ജനസംഖ്യയുടെ 32% എന്ന് പറഞ്ഞാൽ 23 കോടി ജനങ്ങൾ, 230 മില്യൺ ജനങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് ഇന്ന് ലോകത്തിലുണ്ട്. അവരെയെല്ലാം നയിക്കുന്നത് ജീവിക്കുന്നവനായ യേശുക്രിസ്തു തന്റെ സ്നേഹത്തിലൂടെയാണ്. കണിശമായിട്ടും യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഒരു സ്നേഹ വിപ്ലവമായിട്ടാണ്. സ്നേഹിച്ചുകൊണ്ടാണ് ആളുകളെ തന്നിലേക്ക് ആകർഷിച്ചതും ദൈവരാജ്യത്തിലേക്ക് ആകർഷിച്ചതും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ യേശുവിനെയാണ് നിശ്ചയമായിട്ടും ഓരോ ക്രിസ്ത്യാനിയും അനുഗമിക്കേണ്ടത്. പ്രത്യേകമായിട്ട് ശുശ്രൂഷ പട്ടവും ശുശ്രൂഷ പദവിയും ഉള്ളവർ. നമുക്കറിയാം, നമ്മൾ യേശുവിന്റെ രൂപം നോക്കിയാൽ ഒരു മുടിയേ ഉള്ളൂ, മുൾമുടി, തൊപ്പിയില്ല. 12 ശിഷ്യന്മാർക്കും അവിടെ പടങ്ങളും സ്റ്റാച്യൂസ്, സ്വരൂപങ്ങളൊക്കെ കണ്ടാൽ അവർ കൊലപ്പെടുത്തപ്പെട്ട വസ്തുക്കളാണ് കൈപ്പിടിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് തോമാസ് ശ്ലീഹ കുന്തമാണ് കൈപ്പിടിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുവാൻ കാരണം, ഇന്ന് നമ്മുടെ അധികാരികൾക്ക്, അതായത് മുൾമുടി ധരിച്ച് ന്യായങ്കണ ധരിച്ച യേശുവിനെ അനുധാവനം ചെയ്യുന്ന, യേശുവിനെ പ്രതിനിധീകരിക്കുന്ന, സ്ലിഹന്മാരെ പ്രതിനിധീകരിക്കുന്നവർ ഇപ്രകാരമുള്ള തൊപ്പികൾ, പല നിറത്തിലും തരത്തിലുള്ള തൊപ്പികൾ വെച്ചുകൊണ്ടാണോ അധികാരം നിർവഹിക്കേണ്ടത്? അതോ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് അവിടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ സ്നേഹിച്ചുകൊണ്ടാണോ എന്ന്? നിശ്ചയമായിട്ടും ലോക ജനസംഖ്യയെ മുഴുവൻ, ലോകത്തെ മുഴുവൻ യേശുവിന്റെ സ്നേഹമാണ് കീഴടക്കുന്നത്. അത് പരിശുദ്ധാത്മാവിലൂടെയാണ് എന്ന് നമുക്കറിയാം. കാരണം പരിശുദ്ധാത്മാവ് സ്നേഹമാണ്. നമ്മൾ വായിക്കുന്നത് പോലെ റോമാക്കാർക്ക് ലേഖനത്തിന്റെ 5:5 പറയുന്ന പോലെ പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഒന്നാലോചിച്ച് നോക്കണം. നമ്മുടെ കേരളത്തിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ബിഷപ്പ്മാർ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? അരമന, പാലസ്, രാജാക്കന്മാരുടേത്. ഇതൊക്കെ കോൺസ്റ്റന്റൈന്റെ കാലം മുതൽ തുടങ്ങിയതാണ്. പിന്നീട് ഫ്രഞ്ച് വിപ്ലവത്തിൽ ഫ്രഞ്ച് അധികാരികളുടെ ഇങ്ങനെ രാജകീയത്വം നമ്മുടെ സഭയിൽ കടന്നുകൂടി. അത് പാടില്ല എന്ന് ഞാൻ പറയും. ഇന്നൊരു നവീകരണം ആവശ്യമാണ്. നമുക്കറിയാം, ഇന്ന് പഴമയിലേക്കും നവീകരണത്തിലേക്കും ഉറവിടങ്ങളിലേക്കും തിരിച്ചു പോകുന്ന ഒരു കാലമാണ്. നമ്മുടെ ഉറവിടം എന്താണ്? ആദിമ ക്രൈസ്തവ ജീവിതം. അവിടെ നമ്മൾ യേശുവിനെ കാണുന്നത് അത് അരമനയിലല്ല, തലചായ്ക്കാൻ ഇടമില്ല എന്നാ കർത്താവ് പറഞ്ഞത്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. അപ്പോൾ ഒരു തെരുവ് ദണ്ഡിയെപ്പോലെ നടന്ന് ആളുകളെ സ്നേഹിച്ച്, വചനം കൊടുത്ത്, അവരെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി, അവരുടെ ബാധകളിൽ നിന്നൊക്കെ അവരെ വിമോചിപ്പിച്ച്, അവരെ സ്നേഹത്തിലൂടെ ആ സ്നേഹരാജ്യത്തിലേക്ക് നയിച്ച യേശുവിന്റെ സാക്ഷികളായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും. പ്രത്യേകിച്ച് ശുശ്രൂഷ പദവിയുള്ളവർ ആ കർത്താവിന്റെ, അതുപോലെ ആ 12 ശിഷ്യന്മാരുടെ ആ മനോഭാവം ഉള്ളവർ ആയിരിക്കണം എന്നെനിക്ക് തോന്നിപ്പോന്നു. നമുക്ക് ഇന്ന് ഒരു മാർപ്പാപ്പ പോകുമ്പോൾ എന്തൊരു ഒരു രാജകീയത്വം, അതൊരു മെത്രാൻ പോകുമ്പോൾ മണിയടിക്കുന്നു, വഞ്ചാമരം വീശുന്നു. ഇത് വല്ലതും കർത്താവിനോ അല്ലെങ്കിൽ നമ്മുടെ ശിഷ്യന്മാർക്കോ, ഈശോയുടെ ശിഷ്യന്മാർക്കോ ഉണ്ടായിരുന്നുവോ? ഇല്ല എന്ന് പറയും. അപ്പം ആരാധനാക്രമത്തിൽ മാത്രം നമ്മൾ പഴയതിലേക്ക് പോയാൽ പോരാ. പിന്നെയോ നമ്മുടെ ജീവിത ശൈലിക്കൊരു മാറ്റം വന്നേ മതിയാവും. അതും നിശ്ചയമായിട്ടും ഇന്നത്തെ സുവിശേഷീകരണത്തിന് ഒരു തടസ്സം ആണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അതായത് നമ്മുടെ മെത്രാന്മാരും മെത്രാപ്പോലീത്തമാരും കർദിനാളന്മാരൊക്കെ വിവിധങ്ങളായ തൊപ്പി അണിഞ്ഞ് കൈപ്പിടിച്ചിരിക്കുന്ന എന്താണ്?
വെള്ളിയും സ്വർണവും കൊണ്ടുള്ള വടി, അതേ പവിഴങ്ങളൊക്കെ പറിച്ചിട്ടുണ്ട്. ഒരു അതിലൊക്കെ പാമ്പിന്റെ പടമുണ്ട്. അതുപോലെ തന്നെ മയിലിനെ വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന മുരുകൻ സഞ്ചരിക്കുന്ന മയിലിന്റെ പ്രതീകങ്ങളൊക്കെ തൊപ്പിയേലും വടിയേലൊക്കെ വച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു മാറ്റം വേണ്ട ഇതിന്. ഇതാണ് എന്റെ മനസ്സിൽ വന്നത്. ആത്മാവ് തോന്നിച്ചുകൊണ്ട് പറയുകയാണ്. പക്ഷെ പല മെത്രാന്മാരും ഇത് കേൾക്കുമ്പോൾ എന്നോട് എതിർപ്പുണ്ടായിരിക്കും. പ്രിയ മെത്രാന്മാരെ, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, അനുസരിക്കുന്നു. പക്ഷെ ചില കാര്യങ്ങൾ പറയണം. എനിക്ക് നിങ്ങളോട് നേരിട്ട് പറയാനുള്ള അവസരമില്ല. നേരിട്ട് പറയാൻ അവസരമുള്ളവരോട് ഞാൻ പറയാറും ഉണ്ട്. നമ്മുടെ ഈ രാജകീയ മനോഭാവം മാറ്റിയേ മതിയാവൂ. ഡിസംബർ 1 നിങ്ങൾക്കറിയാം, ഞാൻ ഷക്കീന ടെലിവിഷനിൽ ഒരു ധ്യാനം തുടങ്ങി. ഒരു ഉച്ചയെ നടത്താൻ പറ്റിയ എനിക്ക് ഇച്ചിരി അസ്വസ്ഥതയുണ്ടായിരുന്നു. ഞാനൊരു ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടെ വെച്ചാണ് ഡിസംബർ 8 റോമിൽ നടന്ന കർദിനാളന്മാരുടെ വാഴ്ച. എന്നെ അവിടെ ഉണ്ടായിരുന്ന കുറെ നേഴ്സുമാരും തൂപ്പുകാരും എല്ലാവരും വിളിച്ചു ചോദിച്ചു, അച്ഛാ വന്നേ കാണണോ? ഒരു കൂട്ടം യുവാക്കളാണ് പറഞ്ഞത് ഒരു തൊപ്പി മത്സരം കാണണമെങ്കിൽ വരാൻ. അപ്പൊ ഞാൻ ചോദിച്ചത് ഈ തൊപ്പി മത്സരം. അപ്പോഴാണ് അവർ ചൂണ്ടിക്കാണിച്ചു ടെലിവിഷനിൽ അവിടെ നടക്കുന്ന വിവിധ തരത്തിലുള്ള തൊപ്പി, മുതലവായൻ തൊപ്പി, ചതുരത്തൊപ്പി, അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് ചട്ടി പോലുള്ള തൊപ്പി, വിവിധ കളറ്. ഇത് കണ്ട യുവാക്കൾക്ക് അപ്പോൾ തോന്നിയതാണ് അവരെന്നോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ലളിതമായ ഒരു തുണി കൊണ്ടുള്ള ഒരു പട്ടത്തൊപ്പിയൊക്കെ നല്ലതാണ്. ദിവ്യബലി എന്താണ്? യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ ബലിയാണെന്ന് വളരെ വ്യക്തമായി നമുക്കെല്ലാം അറിയാം. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:26 ബലി അർപ്പിക്കുമ്പോഴെല്ലാം നമ്മൾ ആ കുരിശിലെ യാഗമാണ്. കുരിശിലെ യാഗത്തിന് കർത്താവ് വെച്ച തൊപ്പി എന്താണ്? മുൾത്തൊപ്പി. ഹല്ലേലൂയ. അതിന് മുമ്പ് ഞായങ്കനെ അടച്ച് രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞപ്പോൾ ഞായങ്കനെ കൈവച്ചത് തലയിലും മുൾ കിരീടമായിരുന്നു. അപ്പോൾ അത് ഉള്ള ആ കുർബാനയ്ക്ക് ദിവ്യബലിക്ക് ഒരു മെത്രാൻ എത്ര തവണയാണ് ഈ തൊപ്പി മാറ്റം നടത്തുന്നത്? തൊപ്പി വെച്ചു വരുന്നു, പിന്നെ അങ്ങോട്ട് എടുക്കുന്നു, തൊപ്പി പിടിക്കാനുള്ള ആളെ പ്രത്യേകം വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഇന്ന് ആവശ്യമുണ്ടോ? 21ാം നൂറ്റാണ്ടിൽ ഇതിനൊക്കെ ഒരു എളിമ വരണ്ടേ? ഒരു വിനയമുള്ള ഒരു വരണ്ടേ? ഫ്രാൻസിസ് മാപ്പ പോലും തന്റെ ശവസംസ്കാരത്തെ പറ്റി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടു, പത്രത്തിലും ടെലിവിഷനിലും. എന്നെ രാജകീയമായിട്ട് അടക്കണ്ട. മാർപ്പാപ്പമാരെയൊക്കെ 7 തട്ടുള്ള ശവകുടീരത്തിൽ അല്ലെങ്കിൽ ശവപ്പെട്ടിയിലാണ് രാജകീയമായിട്ട് അടക്കിയിരുന്നത്. എനിക്ക് ഒന്നും വേണ്ട, സാധാരണ മനുഷ്യനെ അടക്കുന്ന പോലെ സാധാരണ പെട്ടിയിൽ അടക്കിയാൽ മതി. അതുപോലെ ആഡംബരവും നഗരി കാണിക്കലും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ആ മനുഷ്യൻ, ആ എളിമ കുറെ പേരിലും വേണം. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഒരു ബിഷപ്പ് മരിച്ചാൽ, പ്രത്യേകിച്ച് ആർച്ച് ബിഷപ്പോ കാർദിനാളോ മരിച്ചാൽ എളിമ നഗരി കാണിക്കൽ നടത്താനായിട്ട് അവിടെ റോഡെല്ലാം ബ്ലോക്ക് ചെയ്യും. എന്നൊരു വലിയൊരു ഷോ നടത്തും. ചില സമൂഹങ്ങളിലാണെങ്കിൽ മെത്രാനെ കസേരയിൽ ഇരുത്തിക്കൊണ്ടാണ് നഗരി കാണിക്കൽ. ഈ ശവം ഇരുത്തിക്കൊണ്ട് അടക്കുന്നതും അങ്ങനെ ഇരുത്തിക്കൊണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ളവർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന പുതിയ ക്രൈസ്തവരൊക്കെ നോക്കുമ്പോൾ ഒരു കോമാളിത്തരവും ഞാൻ പറയും. ഇതൊക്കെ മാറ്റി യേശുക്രിസ്തുവിന്റെ മനോഭാവം ഉള്ളവരായി തീരണം. നമ്മൾ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് 2-ാം അധ്യായം 5 മുതൽ യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തോട് സമനെങ്കിലും ആ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ മനുഷ്യനായാലും ഒരു അടിമയെപ്പോലെ, കാല് കഴുകുന്ന ഒരു അടിമയെപ്പോലെ, അപ്രകാരമുള്ള ആ ലാളിത്യം ഇന്ന് നമ്മുടെ സഭയിൽ വന്നേ മതിയാവും. ഞാൻ പറഞ്ഞ ബിഷപ്സിന് താമസിക്കാൻ സ്ഥലം വേണ്ടെന്നല്ല, നല്ല മനോഹരമായ സെക്യൂർ ആയിട്ടൊരു സ്ഥലം വേണം. അത് അരമനയാകരുത്. അതാണ് അരമനയുടെ പേരേ കളയണം. ബിഷപ്സ് ഹൗസ് എന്നാക്കിക്കൂ. ഇന്ന് പലയിടത്തും അരമനയ്ക്ക് പോവുക, അരമന കംപ്ലൈനുമായിട്ട് പോവുക. ഈ വൊക്കാബുലറി ഇത് തന്നെ അങ്ങ് നിർത്തണം. അങ്ങനെ ഞാൻ ഉക്രൈനിൽ ധ്യാനിപ്പിക്കാൻ ചെന്നു. അവിടുത്തെ ആർച്ച് ബിഷപ്പ് താമസിച്ചത് കത്തീഡ്രലിന്റെ പിൻപിലുള്ള സാക്രിസ്റ്റി, അതായത് ഒരു മുറിയുണ്ട് കപ്പിയാർക്ക് താമസിക്കുന്ന പോലെ. അവിടെ ഒരു ചെറിയ മുറിക്കകത്ത് പുള്ളി കമ്പ്യൂട്ടറും വെച്ച് 5 ദിവസം ധ്യാനത്തിലും വന്ന് എന്റെ കൂടെ ഇരുന്നു. മാത്രമല്ല കുമ്പസാരിപ്പിക്കുകയും കൂടെ ചെയ്തു. ദിവ്യബലിയുടെ സമയത്തും ഒരു തൊപ്പിയോ ഒരു ചുമന്ന കെട്ടുപോലും ഇല്ലായിരുന്നു.
അതുപോലെ പല ബിഷപ്പ്മാരെയും ലളിതമായിട്ട് എനിക്ക് യൂറോപ്പിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. പോളണ്ടിൽ ഒത്തിരി തലക്കനമുള്ള ബിഷപ്പ്മാരാണെന്ന് എല്ലാവരും പറയും. പക്ഷെ എന്റെ ധ്യാനങ്ങൾ അവർ വന്ന് എളിമയോടുകൂടി ഇരുന്ന് കുമ്പസാരങ്ങൾ കേൾക്കുന്നു. മാത്രമല്ല ദൈവബലിക്ക് ഞാൻ പറയും ബിഷപ്പ് ഉണ്ടാകുമ്പോൾ ബിഷപ്പ് ആയിരിക്കണം പ്രധാന കാർമ്മികൻ. ഞാൻ പറയും ഇല്ലില്ല അച്ഛൻ ചേരൂ, ഞാൻ ചാടിയെന്നോളാം. ഒരു തൊപ്പിയില്ല, ചുമന്നതുമില്ല. മനുഷ്യരുടെ അങ്ങനെയൊക്കെ ഒരു ലാളിത്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നേ മതിയാവും. പ്രിയ ബിഷപ്പ്മാരെ, ശുശ്രൂഷ ചെയ്യുന്നവരെ, നമ്മൾ മനുഷ്യരിൽ നിന്ന് കൂടുതൽ മാറി മാറിപ്പോകും. ഇപ്രകാരമുള്ള തൊപ്പിയും ആഡംബരങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ അരമന വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ കാലത്ത് ഒരു രാജാവിന്റെ അരമനയെ പോകാൻ പേടി ആളുകൾക്ക്. കാരണം അവിടെ തോക്കുധാരികൾ ഉണ്ട്. അപ്പൊ ഭയമാണ്. ഇന്നും അത് ആ ഭയമാണ് കാണുന്നത്. ഒരു അരമനയിൽ പോയി ഒരു ബിഷപ്പിനെ കാണാൻ എത്ര അപ്പോയിന്റ്മെന്റ് മേടിക്കണം, എത്ര തവണ വിളിക്കണം, സെക്രട്ടറിയെ വിളിക്കണം, അണ്ടർ സെക്രട്ടറിയെ വിളിക്കണം. ഓടിച്ചെന്ന് പിതാവേ എന്നാ വിളിക്കുന്നത്. ഒരപ്പന്റെ അടുക്ക് പോകുന്ന പോലെ മക്കൾക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനിത് സ്നേഹത്തോടുകൂടി പറയുന്നതാണ്. ബിഷപ്പ്മാർ തൊപ്പി വെക്കുന്നതിൽ എനിക്ക് അസൂയുള്ളത് കൊണ്ടൊന്നും അല്ല. ഞാൻ ഓർക്കുകയാണ്, ഒരു പക്ഷെങ്കിൽ നമ്മുടെ തോമാശ്ലീഹ ഭാരതത്തിൽ വന്നപ്പോൾ തൊപ്പി വെച്ചു കാണും. എന്തായിരിക്കും? വെയിൽ കൊള്ളാതിരിക്കാൻ, മഴ വീഴുമ്പോൾ തല നനയാതിരിക്കാൻ തൊപ്പിപ്പാള. ഹല്ലേലൂയ. ഞാൻ മനസ്സിൽ തോന്നുന്നതാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് പ്രിയ അധികാരത്തിലിരിക്കുന്നവരെ താഴേക്കിറങ്ങി വന്ന് ജനങ്ങൾക്ക് സ്നേഹം കൊടുത്ത് യേശുവിന്റെ ആത്മാവിൽ അവരെ നിറയ്ക്കുക, യേശുവിലേക്ക് അവരെ നയിക്കുക. ഇന്ന് വേദന അനുഭവിക്കുന്നവരെ, സങ്കടം അനുഭവിക്കുന്നവർ, കടബാധ്യതയുള്ളവർ, ജോലിയില്ലാത്തവർ, മാത്രമല്ല കുടുംബം തകർന്നതൊക്കെ ഒത്തിരിയുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ ഏറെ പേർ പള്ളിപ്പോക്കെ നിർത്തി, വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പൊ അവരെയൊക്കെ ഒരു വീട്ടിലൊത്തും ചെല്ലുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെയുള്ള സ്കൂളിലും കോളേജിലും സ്ഥാപനങ്ങളിലും ഇരുന്നു കൊണ്ട് സമയം കളയാതെ, അല്ലെങ്കിൽ പൊളിറ്റീഷ്യനെ കണ്ട് സമയം കളയാതെ, നമ്മുടെ അജഗണത്തിന്റെ ഇടയ്ക്ക് അജപാലകർ എന്നാണ് നിങ്ങൾ വിളിക്കപ്പെടുന്നത്. നിങ്ങളെ ഏൽപ്പിച്ച ആടുകളാണ്. അപ്പൊ അവിടെ മുറിവുകൾ വെച്ച് കെട്ടണം, അവരുടെ കാര്യങ്ങൾ കേൾക്കണം. ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് സമാധാനം. എന്റെ വീട്ടിൽ പിതാവ് വന്നു എന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷം. എത്ര വീട്ടിലുണ്ട് പിതാവിന് പോകാൻ പറ്റുമെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പറ്റുന്നിടത്തോളം കൂടെ ഇടവകയൊക്കെ സന്ദർശിച്ച് ഇടവകയെ മാത്രം പോയാൽ പോരാ, കുറെ വീടുകളിലൊക്കെ പോകാൻ നോക്കുക. ഒക്കെ സാധിക്കും. ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അങ്ങനെ നമ്മുടെ ആളുകളെ യേശുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ എവാഞ്ചലൈസേഷൻ ചെയ്യാവുന്നത് യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരാവുന്നവരാണ് ബിഷപ്പ്മാരായ നിങ്ങൾ, അധികാരികളായ നിങ്ങൾ. അപ്പൊ നിങ്ങൾ വേണം ആ സ്നേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് കൊടുക്കുവാൻ. അതുപോലെ പ്രിയ വൈദികരെ, കണിശമായിട്ടും വൈദികർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ധാരാളം പേർ ഇറങ്ങിച്ചെന്ന് ആ സ്നേഹം കൊടുക്കുന്നു. അതുകൊണ്ടാണ് കുറെ പേരെങ്കിലും സഭയിൽ നിലനിൽക്കുന്നത് എന്ന് ഞാൻ പറയും. ഒത്തിരി സമർപ്പണ ബോധമുള്ള വൈദികരെ എനിക്കറിയാം, ഒത്തിരി എളിമയുള്ള ബിഷപ്പ്മാരെ എനിക്കറിയാം. പക്ഷെ അവർക്ക് ഈ കൂട്ടത്തിൽ കൂടുമ്പോൾ തൊപ്പി വെക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വടി പിടിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത നിലപാടായിരിക്കും. എനിക്കറിയാം ഒത്തിരി എളിമയുള്ള ബിഷപ്പ്മാരെ. അവർക്ക് ബിഷപ്പ്മാരാകുമ്പോൾ വലിയ എളിമയിലൂടെ പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷെ ഈ കൂട്ടത്തിൽ കൂടുമ്പോൾ അത് ഈ രാജകീയത്വമെല്ലാം വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ കളിയാക്കാൻ പറയല്ല, താരടിക്കാൻ പറയല്ല, സഭയെ താഴ്ത്തിക്കെട്ടാനും പറയല്ല. സഭയെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ സഭ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകണം. അധികാരം സ്നേഹത്തിലൂടെ കൈകാര്യം ചെയ്യണം. ശിഷ്യന്മാരെ ആണ് നിങ്ങൾ പ്രതിദാനം ചെയ്യുന്നത്. ബിഷപ്സ് ആർ ദ സക്സസേഴ്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ എന്നാണല്ലോ കത്തോലിക്ക സഭ പറയുന്നതും പഠിപ്പിക്കുന്നതും. എങ്കിൽ ആ അപ്പസ്തോലന്മാരെ നോക്കുക. ആ അപ്പോസ്തല പ്രമുഖൻ എന്ന് ഞാൻ പറയും യേശുനാഥൻ, ആ ക്രൂശിതനായ യേശുനാഥൻ. ആ യേശുവിനെ ആയിരിക്കട്ടെ നോക്കുന്നത്. എന്നിട്ട് ആ എളിമ, ആ ശാന്തത, ആ സ്നേഹം, ആ മറ്റുള്ളവർക്കായി സ്വയം നൽകൽ ജീവിതത്തിലായിരിക്കട്ടെ. പുറമേയുള്ള ആർഭാടങ്ങളിലൂടെയോ തൊപ്പിയോ അല്ലെങ്കിൽ വടിയോ ഒത്തിരി ഉള്ള ഭാരഭരണേലിയാശ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അലങ്കാരങ്ങളും ചുമപ്പും വെള്ളിയും ഒക്കെ കിട്ടുന്ന അല്ല. പിന്നെയോ ശാന്തതയുടെ എളിമയിലൂടെ സ്നേഹിച്ചുകൊണ്ട് മക്കളെ എന്നൊന്ന് വിളിക്കുന്നത്, മോളെ മോനെ എന്നൊന്ന് വിളിച്ചുകൊണ്ട് അവരെ സമീപിച്ച് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്. ബിഷപ്പ്മാർ പ്രായമുള്ളവർ പറ്റുമെങ്കിൽ ഒരു ഉമ്മയും കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ സ്നേഹം കൊടുക്കുന്ന അധികാരികൾ സഭയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. കാരണം എനിക്കറിയാം ചില സെക്റ്റുകൾ, പ്രൊട്ടക്ഷൻ സെക്റ്റുകൾ, എന്തുകൊണ്ട് ആളുകൾ അവിടെ പോകുന്നു?
അവരുടെ പാസ്റ്റർമാർ അങ്ങനെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കും. അതെ, അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്യാൻ കഴിവരും പരിശ്രമിക്കും. അതുകൊണ്ടാണ് അവർ ബ്രഹ്മാണ്ഡമായ പള്ളികളില്ല, സ്ഥാപനങ്ങളില്ല. ബൈബിള് പ്രിന്റ് ചെയ്ത് കൊടുക്കും, പിന്നെ ഉപദേശങ്ങൾ കൊടുക്കും. പിന്നെ അവരെപ്പറ്റി പറയാൻ ഒത്തിരി കുറ്റങ്ങൾ കാണും. ഞാൻ ആ കുറ്റങ്ങളൊന്നും ഇവിടെ പറയുന്നത്. നമുക്ക് ഒത്തിരി കുറ്റങ്ങൾ, എല്ലാവർക്കും കുറ്റങ്ങളുണ്ട്. ആരുടെയും കുറ്റങ്ങൾ നമുക്ക് പർവ്വതീകരിക്കാതെ മറ്റുള്ളവരുടെ നന്മ സ്വീകരിക്കാൻ നോക്കുക. എനിക്ക് കാണാൻ സാധിക്കും എത്രമാത്രം പ്രൊട്ടസ്റ്റന്റിലെ പാസ്റ്റർമാര് പ്രാർത്ഥനാ വാരിയറായിട്ട് കാണപ്പെടുന്നു, പ്രാർത്ഥനാചാര്യന്മാരായിട്ട് കാണപ്പെടുന്നു. നമ്മുടെ ബിഷപ്പ്മാരും അച്ഛന്മാരും അപ്രകാരം പ്രാർത്ഥന നിറഞ്ഞ, പുണ്യം നിറഞ്ഞ ആളുകളായിട്ട് കാണപ്പെടാനും ആ പുണ്യം മറ്റുള്ളവരിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നവരും പ്രസരിപ്പിക്കുന്നവരുമാകട്ടെ. ആ പുണ്യം എന്ന് പറയുന്നത് സ്നേഹം ആണ്. യേശുവിന്റെ സ്നേഹം ഹൃദയത്തിൽ ആത്മാവിലൂടെ തുടിക്കുക. അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ വഴി ഏതെങ്കിലും ബിഷപ്പ്മാർക്കോ സഭാധികാരികൾക്കോ വേദനയുണ്ടായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ എന്റെ ഹൃദയത്തിൽ തോന്നിയത് ഞാൻ പറയുന്നു എന്ന് മാത്രം. സ്വീകരിക്കണമെന്ന് നിർബന്ധവും ഇല്ല. എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നിങ്ങൾക്ക് അത് വേണ്ടാന്ന് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ.